ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ. അപ്പം ഏറ്റവും ആദ്യത്തെ റെയിൻ ഡ്രോപ്സ് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു പാട്ടിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജസ് വന്നു. ആ പാട്ട് എന്താ പറയുക, റെയിൻ ഡ്രോപ്സിനോടുള്ള ഒരു വാത്സല്യം, സ്നേഹം, ആ ഒരു മഴത്തുള്ളി വീടുന്നതിൻ്റെ ഒരു സൗന്ദര്യം, അതൊക്കെ എന്താ പറയുന്നത്, നമുക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു പേരാണ്. അപ്പം അതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് നമ്മുടെ മുതുകാട് സാറിനെ ആ ഒരു റെയിൻ ഡ്രോപ്സിലൂടെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ ഗാനമേള ട്രൂപ്പിലുള്ള നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ സ്വന്തം അനുജന്മാരായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള നെൽസനെയും അതുപോലെ തന്നെ നെൽസൻ്റെ വൈഫ് ഫിമിയും പിന്നെ ജെയ്സിൻ്റെ വൈഫ് ബിബിനെയാണ്. അപ്പം ഞാൻ ഓരോ എപ്പിസോഡിലൂടെ അവരെ കൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഒരുപാട് പാട്ടുകൾ പാടി നമ്മുടെ പല ഗാനമേള ട്രൂപ്പുകളും നമ്മൾ ഓരോ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അവിടെയൊക്കെ പോകുമ്പം എന്താ പറഞ്ഞ ആളുകളെയൊക്കെ ഇളക്കി മറിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ മക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് റെയിൻ ഡ്രോപ്സിലൂടെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചതിൽ. ഇനിയും ഒരുപാട് പുതിയ പാട്ടുകാരും അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേച്ചി തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെയിൻ ഡ്രോപ്സിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഏറ്റവും അടുത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എന്താ പറയുക, അനുജനാണോ അത്രയ്ക്ക് ഒരു ബന്ധമുള്ള ജെയ്സനും ബിബിനെയും കുഞ്ഞുമോനുമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം റെയിൻ ഡ്രോപ്സിലൂടെ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതിൽ. നമസ്കാരം ജെയ്സ. നമസ്കാരം. ജെയ്സ വീട് എവിടെയാണ്? ജെയ്സിന്റെ എൻ്റെ വീട് കോട്ടയം പാലായിലാണ്. ബിബിനയുടെ ഞാൻ കോട്ടയം മാർപ്പുക്കര. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാൻ 6 വർഷമായി. മോൾ എവിടെ വർക്ക് ചെയ്യണേ? ഞാനിവിടെ ക്യൂർ ഹോസ്പിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? സ്ട്രോക്ക് യൂണിറ്റ്. ഓക്കെ. അപ്പം ഇവര് നന്നായിട്ട് പാടും. ജെയ്സൺ നന്നായിട്ട് പാടും, ബിബിന് നന്നായിട്ട് ആസ്വദിക്കും, കുഞ്ഞു ബേബിയും ആസ്വദിക്കും. അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജെയ്സിന് അറിയാവുന്ന എല്ലാവർക്കും പഴയ പാട്ടുകളോടായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ജെയ്സൺ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 4 8 വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലപിക്കാമോ പ്ലീസ്? ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തോഴും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണമിറ്റു വീഴും പോലെ, ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ, അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമ കാലൊച്ച കേട്ടു, നിൻ മധുരമാം കാലൊച്ച കേട്ടു. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പാടി, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. അപ്പം നമ്മുടെ റെയിൻ ഡ്രോപ്സിലേക്ക് അടുത്തത് ചേച്ചി പരിചയപ്പെടുത്താൻ പോണത് ഞങ്ങളുടെ ഏറ്റവും ഒരു കൊച്ചനുജനായിട്ട് ഞങ്ങളുടെ നെൽസനും അതുപോലെ തന്നെ ഫെമിയും ആണ്. ഇവര് വന്നിട്ട് അധികമായിട്ടില്ല അല്ലേ നെൽസ? എവിടെ നാട്ടിൽ വീട് എവിടെയാ? തൃശ്ശൂർ പീച്ചി. ഓ, പീച്ചിയുടെ സൗന്ദര്യം. ഫെമിയുടെ വീട് എവിടെയാ? പീച്ചി തന്നെ. രണ്ടുപേരും എത്ര നാളെ ഇവിടെ വന്നിട്ട്? 3 വർഷം. രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അതുകൂടാണ്ട് ഉണ്ണിച്ചേട്ടനൊരു ചെറിയൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ട്, ഗ്രേസ് എന്നാണ് അതിന്റെ പേര്. അതിൽ ഇവരൊക്കെ സജീവ പ്രവർത്തകരാണ്. പാട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടാണ് ഇവരുടെ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. രണ്ടുപേരും കൂടിയിട്ട് ഒരു പാട്ട് പാടുന്നതായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷ്യരായി നിൽപ്പൂ നിൻ മുൻപിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷ്യരായി നിൽപ്പൂ നിൻ മുൻപിൽ തമ്ര
നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. താങ്ക് യു നവ്സ, താങ്ക് യു സോ മച്ച്. ഫെമി, ഒരു 4 വരി ഏതെങ്കിലും പാടാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഏതെങ്കിലും ഒരു പാട്ട്. തിന്നിൽ വന്നതും പൂവുലഞ്ഞതും പൂവുലഞ്ഞുവോ ഇളം തെന്നൽ മെല്ലെ വന്നതും കടങ്കഥയല്ലയോ തെന്നൽ വന്നതും പൂവുലഞ്ഞതും പൂവുലഞ്ഞുവോ ഇളം തെന്നൽ മെല്ലെ വന്നതും കടങ്കഥയല്ലയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എല്ലാരും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ പിന്നെ ചെയ്യുക. ബെല്ലൈക്കണം. അതെ, ബെല്ലൈക്കൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചെയ്യുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.